അടുത്ത കാലത്തായി നമ്മൾ കാണുന്ന ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പോരായ്മകളോ ഉള്ള ആളാണെങ്കിൽ അയാളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ, അയാളെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിപ്പോൾ വേടനുമായിട്ട് റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ ഒരു ഇന്റർവ്യൂ നടത്തുന്നത് കാണുകയുണ്ടായി. ആ ഇന്റർവ്യൂവിൽ വേടൻ ചെയ്ത കുറ്റങ്ങളെ, വേടൻ്റെ ഭാഗത്തുള്ള കുറ്റങ്ങളെ കൃത്യമായി അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിൽ തന്നെയും അത് യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ വളരെ പക്വതയോടുകൂടി, പ്രകോപനം ഉണ്ടാക്കാത്ത രീതിയിലാണ് അരുൺകുമാർ അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ വളരെ പക്വതയോട് കൂടി കാണുകയും താൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ തെറ്റാണെന്ന് സമ്മതിക്കുകയും അതിൽ നിന്ന് മുക്തി നേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വളരെ പക്വതയോടുകൂടി വേടൻ മറുപടി പറയുന്നതുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് കാണുന്ന ഇൻ്റർവ്യൂകൾ, പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിൻ്റെ ഇൻ്റർവ്യൂവർമാർ നടത്തുന്ന ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് വിവാദമാക്കി അതിൻ്റെ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പക്വതയോടുകൂടി, ബഹുമാനത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ബഹുമാനത്തോടുകൂടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ബഹുമാനത്തോടുകൂടി, പക്വതയോടുകൂടിയ മറുപടികൾ കിട്ടുന്നത്. ഈ ഇന്റർവ്യൂ ഒന്ന് കാണുക. പക്ഷെ വേടൻ നടന്നു പോകുന്ന വഴിയിൽ വേടൻ ഒന്ന് വീണു. ആ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം. അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ മിസ്റ്റേക്കുകളുണ്ട്, തെറ്റുണ്ട്. പിന്നെ ഞാൻ കഞ്ചാവ് വലിച്ച് പിടിച്ച ആളല്ലേ, ഞാൻ വലിച്ചതുകൊണ്ടല്ലേ. അപ്പൊ ഞാൻ ചെയ്തതിലും തെറ്റുണ്ട്. 13ാമത്തെ വയസ്സിൽ ഇത് ആദ്യം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് വേടൻ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും വേടൻ ഇപ്പോൾ ഇവിടെ ഈ ഫ്ലോറിൽ വെച്ച് വേടൻ ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, അന്നേ തന്നെ വേടൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ദുശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേടൻ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതത്ര എളുപ്പമാണോ വേടൻ? അപ്പോൾ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കഞ്ചാവ് ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മളിപ്പോൾ പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പരമാവധി ശ്രമിക്കും. അഡിക്ഷൻ എന്നുള്ളത് അല്ലേ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. കാര്യം അത് നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം നിരവധി പ്രേക്ഷകരുണ്ട്, കുട്ടികളുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, അനിയന്മാരുണ്ട്. നമ്മൾ എപ്പോഴും അനിയന്മാരോട് പറയാനുള്ളത് എന്താണെന്ന് അറിയോ, ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ വേടം വരെ കുടിക്കണു. കൊച്ചുമാൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചേട്ടൻ കുടിക്കണില്ലേ, ഞാൻ കുടിച്ചാൽ എന്താ കുഴപ്പമെന്ന് പറയാം. എനിക്കത് പറയാനുള്ളൊരു അതിനുള്ള വോയിസ് ഇല്ല എനിക്ക്. പക്ഷേ എനിക്ക് കാണുമ്പോൾ എനിക്ക് സങ്കടമാണോ. അതും കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. എനിക്കിതിൽ നിന്ന് മാറണം എന്ന തീരുമാനത്തിന് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേടൻ ഒരു ഇൻഫ്ലുവൻസർ ആവുന്ന സാഹചര്യത്തിൽ വേടൻ തന്നെ സ്വയം നിയന്ത്രിക്കാൻ തീരുമാനിക്കും. നമ്മളത് നിയന്ത്രിച്ചേ പറ്റുമെന്ന്. കാരണം കൊച്ചുകുട്ടികളാണ് നമ്മളെ കാണുന്നത് എപ്പോഴും. അപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ കള്ളുപിടിച്ച് 4 കാലിലൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ടിട്ട്. ഇപ്പം അതുകൊണ്ട് വേടൻ്റെ ജീവിതത്തിൽ അത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചായില്ലേ ഒന്ന് നിർത്തണ്ടേ. അതാണ്